പകലും രാത്രിയൊക്കെ ഉള്ള വിസർജനം ഒരു ചട്ടി മൺചട്ടി അത് തൂക്കിയിട്ട് പോവും, ബാത്റൂമിൽ ഒഴിക്കും, എന്നിട്ട് ചട്ടി ക്ലീനാക്കും, അങ്ങനെ പോയി. 7 വർഷമാണ് കണ്ണൂർ ജയിലില്. എന്തായാലും ജീവിതത്തിൽ ഒരുപാട് ഓർമ്മകൾ ഉണ്ടെങ്കിലും ആ ഒരു പീരീഡ് ഓഫ് ടൈം അത് കടന്നുപോയത് ഭയങ്കരമായിരിക്കും. ഏറ്റവും ചാലഞ്ചിങ് ആയി തോന്നിയത് എന്തായിരുന്നു? എന്നെ അവിടെ കയറ്റിയത് മുതൽ ജയിലിലേക്ക് ഞാൻ ചെന്നത് തന്നെ ഒരു 6-ാം നമ്പർ സിംഗിൾ സെല്ലിലേക്കാണ്. 24 മണിക്കൂറും എന്നെ അടച്ചു. 24 മണിക്കൂറും അടച്ചിടുക എന്ന് പറഞ്ഞാൽ അതൊരു കനത്ത ശിക്ഷയാണ്. ആ ശിക്ഷ 3 മാസമായിട്ട് കഴിഞ്ഞ കൂട്ടർ ജയിൽ സൂപ്രണ്ടിനെ കാല് പിടിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അത്രമാത്രം അയാൾക്കത് അസഹ്യമായിട്ട്. അവിടെ ഞാൻ ഈ ജയിൽവാസം 7 കൊല്ലം 2 മാസമാണ് ഉണ്ടായിരുന്നു. അത്രയും കാലം ഞാനത് 24 മണിക്കൂർ ജയിലിൽ സിംഗിൾ സെല്ലിൽ കിടക്കുന്നുണ്ടായി. അത് തന്നെ ഒരു വലിയ അനുഭവമാണല്ലോ. പകലും രാത്രിയൊക്കെ ഉള്ള വിസർജനം ഒരു ചട്ടി മൺചട്ടി അത് തൂക്കിയിട്ട് പോവും, ബാത്റൂമിൽ ഒഴിക്കും, എന്നിട്ട് ചട്ടി ക്ലീനാക്കും, അങ്ങനെയൊക്കെ വരും. അപ്പം ഇതായിരുന്നു. അതിന് ഒരു ന്യായീകരണമില്ല. അവർക്ക് എന്നോട് അങ്ങനെ, ഞങ്ങൾ 27 ആളുള്ള ഒരു കേസിൽ എന്നോട് മാത്രമാണ് അവരത് അങ്ങനെ ചെയ്തത്. അപ്പം അതിനൊരു ന്യായീകരണമില്ല. എന്നുവെച്ചാൽ അവർ വ്യക്തിപരമായിട്ട് എന്നെ എത്രത്തോളം തകർക്കാം എന്നുള്ളതിന് വേണ്ടി ചെയ്തിട്ടുള്ളത്. അത് പ്രത്യേകമായി തന്നെ ഭരണകൂടത്തിൻ്റെ നിർദ്ദേശം, അത് അന്നത്തെ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ സൂപ്രണ്ടിനെ വിളിച്ചു പറയുന്നു, സൂപ്രണ്ട് അത് നടപ്പിലാക്കുന്നു. പിന്നീട് ഞങ്ങളുടെ കേസിലെ മറ്റൊരാൾക്കും കൂടി അങ്ങനെ സംഭവിച്ചു. അയാൾക്ക് ഭ്രാന്തായിരുന്നു. 2 കൊല്ലം അങ്ങനെ ഇട്ടിട്ട് അയാൾക്ക് ഭ്രാന്തായി. ആ സമയത്ത് അറിയായിരുന്നോ വർഗീസിന്റെ ഈ ഒരു കൊലപാതകം ആയിരുന്നു എന്നുള്ളത്? അവര് പ്ലാൻഡ് അതുമായിട്ട് അറസ്റ്റ് ചെയ്ത ഉടനെ തന്നെ ആയിരുന്നു. അപ്പം അത് ആ ശിക്ഷ തന്നെ ഭീകരമായിരുന്നു.